നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളുടെ നാളുകളായുള്ള കാത്തിരിപ്പുകൾ അവസാനിക്കുകയാണ്. കൊറോണ വ്യാപനം മൂലം ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാഷ്ട്രങ്ങൾക്കാണ് ഗൾഫ് മേഖല ഒന്നടങ്കം വിലക്കേർപ്പെടുത്തിയത്. ഇതുമൂലം ശമ്പളം ഇല്ലാതെയും ജോലി നഷ്ടപ്പെട്ടും പ്രവാസികൾ നാടുകളിലേക്ക് മടങ്ങി. കൊറോണ വ്യാപനത്തിന് അന്ത്യം കുറിക്കാൻ കണ്ടെത്തിയ വാക്സിനുകൾ ഏവർക്കും ആശ്വാസമായപ്പോൾ ഇന്ത്യയുടെ കോവാക്സിൻ ലോക രാഷ്ട്രങ്ങൾ അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ കോവാക്സിൻ സ്വീകരിച്ച പ്രവാസികൾ അക്ഷരാർത്ഥത്തിൽ കുടുങ്ങുകയായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാക്സിൻ ഹബ് ഇന്ത്യയിലാണ്. എന്നിട്ടും ഇന്ത്യയെ കോവാക്സിന്റെ കാര്യത്തിൽ തഴയുന്നത് പ്രവാസികളിൽ പലർക്കും ആശങ്കയായി തീർന്നിരിക്കുന്നു. ലോകാരോഗ്യ സംഘടന പോലും ഇത് അംഗീകരിക്കാതിരുന്നതോടെ കടുത്ത നടപടികളിലേക്കാണ് ഇന്ത്യ കടന്നത്. ലോകാരോഗ്യ സംഘടന അംഗീകരിക്കാത്ത വാക്സിൻ ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും അംഗീകരിച്ചിരുന്നില്ല. ഇപ്പോഴിതാ പ്രവാസികൾക്ക് ആശ്വാസം നൽകി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കോവിഡ് വാക്സിനായ കോവാക്സിന് ഒമാൻ ആരോഗ്യ മന്ത്രാലയം അംഗീകാരം നൽകി കഴിഞ്ഞു. കോവാക്സിൻ 2 ഡോസ് സ്വീകരിച്ചവർക്ക് ഒമാനിൽ പ്രവേശനം അനുവദിക്കുമെന്ന് സിവിൽ ഏവിയേഷൻ വിഭാഗവും അറിയിച്ചുകൊണ്ട് രംഗത്തെത്തി. അതോടൊപ്പം തന്നെ 14 ദിവസം മുമ്പ് വാക്സിൻ സ്വീകരിച്ചവർക്കാണ് പ്രവേശനാനുമതി നൽകുക. യാത്രയ്ക്ക് മുൻപേ RT-PCR പരിശോധനയും നിർബന്ധമാക്കിയിട്ടുണ്ട്. നേരത്തെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കോവിഷീൽഡിനും ഒമാൻ അംഗീകാരം നൽകിയിരുന്നു. ഇന്ത്യൻ വാക്സിനുകൾക്ക് അംഗീകാരം നൽകിയ ഒമാൻ അധികൃതർക്ക് ഇന്ത്യൻ എംബസി നന്ദി രേഖപ്പെടുത്തി. ഇതുമൂലം കോവാക്സിൻ സ്വീകരിച്ച പ്രവാസികൾക്ക് ഇനി മുതൽ ആശങ്ക കൂടാതെ തന്നെ ഒമാനിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേസമയം കോവാക്സിൻ അംഗീകരിക്കുന്ന ആദ്യ ഗൾഫ് രാഷ്ട്രമായി മാറിയിരിക്കുകയാണ് ഒമാൻ. ഇതിലൂടെ മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളും ഈ നയം സ്വീകരിക്കാൻ തയ്യാറാകും എന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ സ്വന്തം കോവാക്സിൻ സ്വീകരിക്കാൻ തയ്യാറാകാത്ത ലോകാരോഗ്യ സംഘടനയ്ക്കെതിരെ കടുത്ത നിലപാടാണ് ഇന്ത്യ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വീകരിച്ചത്. ഇന്ത്യയുടെ കോവാക്സിൻ ഇതുവരെ ലോകാരോഗ്യ സംഘടന അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ ഒരു കാരണത്താൽ നിരവധി പ്രവാസികളാണ് യാത്ര ചെയ്യാൻ കഴിയാതെ കുടുങ്ങിയിട്ടുള്ളത്. എന്നിട്ടും പിന്നാക്ക രാജ്യങ്ങൾക്ക് ഇന്ത്യ വാക്സിൻ നൽകണമെന്ന് പറഞ്ഞ ലോകാരോഗ്യ സംഘടനയ്ക്ക് ചുട്ട മറുപടിയാണ് ഇന്ത്യ നൽകിയത്. കോവാക്സിൻ അംഗീകരിക്കാത്ത ലോകാരോഗ്യ സംഘടനയ്ക്ക് മുട്ടൻ മറുപടിയും നൽകി. പിന്നാക്ക രാജ്യങ്ങൾക്ക് വാക്സിൻ നൽകുന്ന ലോകാരോഗ്യ സംഘടനയുടെ കോവാക്സ് പദ്ധതിയുമായി ഇന്ത്യ സഹകരിക്കില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. പദ്ധതിയിലേക്കുള്ള വാക്സിൻ കയറ്റുമതി ഇന്ത്യ മരവിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിനായ കോവാക്സിൻ ലോകാരോഗ്യ സംഘടനയുടെ അനുമതി വൈകുന്നതാണ് കാരണമായി പറഞ്ഞത്. ഭാരത് ബയോടെക് വികസിപ്പിച്ച കോവാക്സിൻ രാജ്യത്ത് ഇതുവരെ 11% ആളുകൾക്ക് നൽകിയിരിക്കുകയാണ്. എന്നാൽ അംഗീകാരത്തിനായി പലതവണ ലോകാരോഗ്യ സംഘടനയെ സമീപിച്ചുവെങ്കിലും കൂടുതൽ വിവരങ്ങൾ നൽകാനാണ് സ്ട്രാറ്റജിക് കമ്മിറ്റി ആവശ്യപ്പെട്ടത്. ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം വൈകുന്നത് വാക്സിൻ എടുത്തവരുടെ വിദേശയാത്രയെയും ജോലിയെയും ബാധിക്കുന്നുണ്ടെന്ന പരാതികൾ ഇതിനോടകം തന്നെ പലയിടത്തു നിന്നും ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് കോവാക്സ് പദ്ധതിയിലേക്കുള്ള വാക്സിൻ വിതരണം ഇന്ത്യ മരവിപ്പിച്ചിരിക്കുന്നത്. കോവിഡിന്റെ 2ാം തരംഗത്തെ തുടർന്ന് സൗഹൃദ രാജ്യങ്ങൾ വാക്സിൻ നൽകുന്നത് ഇന്ത്യ നിർത്തിവച്ചിരുന്നുവെങ്കിലും പിന്നീട് പുനരാരംഭിക്കുകയായിരുന്നു. കൂടാതെ കോവാക്സ് പദ്ധതിയിലേക്ക് ഇതുവരെ വാക്സിൻ വിതരണം ആരംഭിച്ചിട്ടുമില്ല. കോവാക്സിന് അനുമതി നൽകിയാൽ മാത്രം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. കോവാക്സ് പദ്ധതിയിലേക്ക് 198 ലക്ഷം വാക്സിൻ ഡോസുകളാണ് ഇന്ത്യ ഇതുവരെ വിതരണം ചെയ്തിട്ടുള്ളത്. ഇന്ത്യ വാക്സിൻ വിതരണം അവസാനിപ്പിച്ചത് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കുത്തിവയ്പ്പിനെ ബാധിച്ചേക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. ഇന്ത്യയുടെ വാക്സിൻ അംഗീകരിക്കാതെ പിന്നോട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.